ഹായ് ഫ്രണ്ട്സ്, ചെമ്പപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം മഴയൊക്കെ മാറിയിട്ടുണ്ട്. വെയിലൊക്കെയാണല്ലേ, വെയിൽ തെളിയുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ കുറേ തുണികളൊക്കെ അലക്കിയിട്ടു. തുണികളെല്ലാം അലക്കിയിട്ട് ഉണങ്ങി വെക്കാനുള്ള ഒരവസരമാണിത് കേട്ടോ. ഇനി മഴ തുടങ്ങിയാൽ പിന്നെ ഭയങ്കര മഴയായിരിക്കും. അതുകൊണ്ട് തുണികളൊക്കെ അലക്കിയിട്ട് ഞാൻ കുറേ ചവിട്ടികളെല്ലാം അലക്കിയിട്ടു. അങ്ങനെ എല്ലാം അലക്കി ഉണങ്ങിയൊക്കെ വെക്കാനുള്ള ഒരു അവസരമാണ് ഈ വെയിലെ. ഇനി മഴ തുടങ്ങിയാൽ കുറേ നാൾ മഴ കാണും. അപ്പോൾ എല്ലാവരും ഊണൊക്കെ ശരിയാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഊണിന് ഒരു മുരിങ്ങയില തോരൻ വെക്കാമെന്ന് കരുതി. മുരിങ്ങയില ഒടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും മുരിങ്ങയില ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒടിച്ച് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചതാണേ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇതെല്ലാം നന്നായിട്ട് ഇല നോക്കിയെടുക്കണം. ഇലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ണാടി വെച്ചെങ്കിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ണാടി വെക്കാതെ ശരിക്കും കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് കണ്ണാടി വെച്ചാണ് നോക്കുന്നത്. എന്ത് ചുക്കിരിയോ വലിയ ജീവികളോ ഒക്കെ ഇരിപ്പുണ്ടോ എന്ന് നോക്കി വേണം എടുക്കാൻ. ഇല ഒടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് നോക്കിയാണ് എടുത്തതേ. നല്ല ഇല നോക്കിയേ എടുത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലെന്ന് കരുതുന്നു. ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. ഇനി ഇങ്ങനെ ഓരോ തണ്ട് അടത്തി എടുത്തിട്ട് ഇതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇല എടുക്കണം. മൂത്ത തണ്ടൊക്കെ കളയണേ, അല്ലെ അത് കടിച്ചിരിക്കും, വേകുമല്ല. ഇങ്ങനെ അടത്തിയെടുക്കണം. ഇതൊരു പണിയാണ് കേട്ടോ. കുറേ നേരം വേണം ഇതിങ്ങനെ അടത്തി എടുക്കണമെങ്കിലേ. ഇളം തണ്ട് ചെറിയ തണ്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് എന്ത് ചേർന്നോളുവേ. ഈ തണ്ടൊക്കെ മൂത്തതാണ്, അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ വേകുമല്ല. അതുകൊണ്ട് ഈ തണ്ടെല്ലാം കളഞ്ഞിട്ട് ഇല തന്നെ എടുത്ത് വേണം കറി വെക്കാനായിട്ട്. ഇങ്ങനെ ഓരോ തണ്ടും എടുത്ത് മുഴുവൻ ഇങ്ങനെ ഇല അടത്തി എടുക്കണം. കുറച്ച് നേരത്തെ പണിയാണ് കേട്ടോ. കുറച്ച് നേരത്തെ ശ്രമഫലമായിട്ടെല്ലാം അടത്തിയെടുത്ത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കഴുകിക്കൊണ്ട് വന്നതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ച് ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി. അരിഞ്ഞത് തന്നെ ഒന്നുകൂടെ അങ്ങ് അരിയണം. അപ്പോൾ എല്ലാം നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് വരും. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെല്ലാം അരിഞ്ഞെടുത്ത് കേട്ടോ. അതിലേക്ക് ഒരു സവോള തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നതോട് ചെറുതായിട്ട് അരിഞ്ഞിടാം. ചെറിയ ഉള്ളി ആണെങ്കിലും നല്ലതാണേ. പിന്നെ കുറേ ഇടണം. അതുകൊണ്ട് ചെറിയ ഉള്ളി പൊളിച്ച് മടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു സവോള ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഇട്ടാൽ മതിയല്ലോ. പണ്ടൊരു കാലം ചെറിയ ഉള്ളി ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഭയങ്കര വില വന്ന ഒരു കാലം. അന്ന് സവോള എല്ലാത്തിനും ചേർത്തുകൊണ്ടിരുന്നത്. ഇനിയും 2 പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ ചേർക്കാം എരിവിനായിട്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ട് 1-2 എണ്ണം ചേർത്താൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർക്കാം കേട്ടോ. തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ വെച്ചിരുന്നതാണേ. അതുകൊണ്ട് തണുത്ത് നല്ല കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ. തേങ്ങ നന്നായിട്ട് ചേർക്കണേ, എങ്കിലേ ഇതിനൊരു രുചി വരുള്ളൂ. മുരിങ്ങയിലേക്ക് ഒരു ചെറിയ കയ്പുണ്ടല്ലോ. കയ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ഉള്ളിയും തേങ്ങയും ഒക്കെ നന്നായിട്ട് ചേർക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കാം. എല്ലാം കൂടി ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി മുരിങ്ങയിലയും തേങ്ങയും സവോളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഇത് കറി വെച്ച് കഴിയുമ്പം കയ്പൊന്നുമില്ല കേട്ടോ. നല്ലതാണേ. മുരിങ്ങയില നല്ല വിറ്റാമിനാണ്. പ്രഷറിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ മുരിങ്ങയില കേട്ടോ. കറി വെച്ച് കൂട്ടുന്നത് നല്ലതാണ്. കണ്ണിന് കാഴ്ചയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നത്. നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ആദ്യമായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടങ്ങോട്ട് പൊട്ടിക്കാം. മുരിങ്ങ ഉണ്ടെങ്കിൽ ഇലയൊന്നും കളയരുത് കേട്ടോ. എല്ലാം കറി വെച്ച് കൂട്ടണേ. മുരിങ്ങയ്ക്കായും നല്ലതാണ്, ഇലയും നല്ലതാണ്. പൂവും കറി വെക്കാൻ കൊള്ളാം. മുരിങ്ങയുടെ എല്ലാ സാധനങ്ങളും നല്ലതാണ് കറി വെക്കാനൊക്കെ കേട്ടോ. അതിനിടയ്ക്ക് വേറൊരു കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ഇലയെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്
ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഇതിലൊന്നും ചേർക്കണ്ടല്ലോ, എല്ലാം ചേർത്താണേ. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂട് പിടിപ്പിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിക്കണ്ട, ഈ എണ്ണ മതി കേട്ടോ. ഈ എണ്ണയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇലയാണല്ലോ, പെട്ടെന്ന് വാടിക്കിട്ടും, അധികം താമസമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വെച്ച് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് ചെറിയ തീയിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങ ഇലക്കറി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു മുട്ട കൂടി അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. അതൊരു നല്ലൊരു സ്വാദിന് വേണ്ടിയിട്ടാണ്. ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ നല്ലൊരു സ്വാദാണ് ഇതിന് കേട്ടോ. പ്രത്യേക ഒരു രുചി വരുവേ. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കാൻ ചിക്കി തോർത്തിയെടുക്കാം. മുട്ടയും കൂടി അങ്ങ് വേകുമല്ലോ, ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും മുട്ട നന്നായിട്ട് വെന്ത് ഈ മുരിങ്ങയിലയിലേക്ക് ചേരും. അപ്പോൾ മുരിങ്ങയിലയ്ക്ക് നല്ലൊരു രുചി വരും, കയ്പ്പും കുറയും. അല്ലെങ്കിലും കയ്പ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലക്കറി, തോരൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടയും ഒഴിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നു കേട്ടോ. കുറച്ച് നേരം ഇളക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഒരു പണിയാണിതേ, കറി വെച്ച് എടുക്കണമെങ്കിൽ. എന്താ വെന്ത് വരുമ്പം കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിന് സ്വാദുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. സൂപ്പറാണേ, നല്ല സ്വാദുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും